Good afternoon. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്തോളൂ കേട്ടോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി കാക്കും Okay. Next. Sign in. Sign in. Good afternoon, ma'am and my dear classmates. I warmly welcome all of you to our Montessori class today. I am very happy to begin this session with joy and positivity. Dear friends, let us listen, share and enjoy today's class together. Once again, a happy welcome to everyone. Thank you. Okay. Thoughts. Okay. Thought of the day. Dreams are not what you see in sleep. Dreams are what keep you awake. Once again, dreams are not what you see in sleep. Dreams are what keep you awake. Dr. APJ Abdul Kalam. Thank you. Okay. അപ്പൊ നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എന്താണ് ബ്രൂണറിന്റെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലെ. ഓക്കെ, ബ്രൂണേഴ്സിന്റെ ബ്രൂണറിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിരുന്നു നമ്മൾ എടുത്തത്. ഏതൊക്കെയാണ് 3 സ്റ്റേജുകള് ഓർമ്മയുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? Yes, ma'am. ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? Enactive stage, iconic stage and symbolic stage. ഓക്കെ, ഓരോ സ്റ്റേജ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എനാക്റ്റീവ് സ്റ്റേജ് എന്താ? ആക്ഷൻ ബേസ്ഡ് ആണ് enactive stage. ഐക്കോണിക് ഇമേജ് ബേസ്ഡ് ആണ്. സിംബോളിക് ലാംഗ്വേജ് ബേസ്ഡ് ആണ്. ഓക്കെ, ഇനി നമ്മള് ജസ്റ്റ് നോട്ട് എഴുതി അല്ലെ, പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതായത് 3ാമത്തെ സ്റ്റേജ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണ്, 4 സ്റ്റേജസ് ആണ് നമ്മൾ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം. Piaget, according to Piaget, cognitive development arises as the result of an interaction between the individual and the world and passes through a series of the sequential stage. എന്താണ്, ഒരു കുട്ടിയെ തന്റെ ചുറ്റുപാടുമായിട്ട് ഇടപഴകുമ്പോഴാണ് അവന് വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, വൈജ്ഞാനിക വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഈ തന്റെ ചുറ്റുപാടുമായിട്ട് എൻവയോൺമെന്റുമായിട്ട് ഇടപഴകുമ്പോഴാണ് അവന് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത്. ഇതിന് 4 ഘട്ടങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് ആണ് എന്താ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്.
0 to 2 years ആണ്. ആ കാലഘട്ടത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ കാലഘട്ടം ഏജ് എന്ന് പറയുന്നത് 0 to 2 years ആണ്. അതിലെന്താണ് അവൻ എന്താണ് in the first 2 years infants of mental activities coordinations is obtained through a senses object permanence. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞത്. അപ്പൊ അതിൽ പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാല് 0 to 2 years ആണ്. ഇതിലൂടെ എന്താ പറയുന്നത്, ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങളും അവൻ പഠിക്കുന്നത്. ഇന്ദ്രിയങ്ങള് നമ്മൾ എന്താ സ്മെല്ല് ചെയ്യാം, അതുപോലെ തന്നെ എന്താ കാണുക, കേൾക്കുക, അല്ലെ, ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എക്സ്പീരിയൻസിലൂടെയാണ് ഓരോ കാര്യങ്ങളും കുട്ടി പഠിക്കുന്നത് കേട്ടോ. ഇനി ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വസ്തുസ്ഥിരത. ഓക്കെ, ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വസ്തുസ്ഥിരതയാണ്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മള് എന്ത് ചെയ്തു, ഒരു തുണിയുടെ അടിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബോള് വെച്ചു. അപ്പൊ എന്താണ്, കുട്ടി അത് കാണുമ്പോ ആ തുണിയുടെ അടിയിൽ എന്തോ ഉണ്ട് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവില്ലേ? അത് കാണുമ്പോ അല്ലെ, ബോളിനെ മൂടിയിട്ടു അല്ലെ, തുണി കൊണ്ട്. തുണിയുടെ അടിയിൽ കൊണ്ടുപോയിട്ട് ബോള് വെച്ച് നമ്മള്. അപ്പൊ അത് കുട്ടിയെ കാണിച്ചു കൊടുക്കുമ്പോ എന്താണ്, അതിന്റെ അടിയില്, തുണിയുടെ അടിയിൽ എന്തോ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി അല്ലെ. അപ്പൊ ഉരുണ്ടിരിക്കുന്ന ഒരു ഷേപ്പാണ്, അവൻ ബോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാല്. വസ്തുസ്ഥിരത കൈവരിക്കുന്നുണ്ട് ഈ സ്റ്റേജിൽ. മനസ്സിലായോ? ഓക്കെ, വസ്തുസ്ഥിരത കൈവരിക്കുന്നു. ഓക്കെ, ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാല് വസ്തുസ്ഥിരതയാണ്. നമ്മൾ എന്ത് ചെയ്തു, തുണിയുടെ അടിയിൽ കൊണ്ടുപോയിട്ട് ബോള് വെച്ചു. ബോള് അല്ലെ അവനെ കാണിച്ചു കൊടുക്കുമ്പോ അതെ ആ തുണിയുടെ അടിയിൽ എന്തോ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഉരുണ്ടിരിക്കുന്ന ഷേപ്പില് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ ബോൾ ആണെന്ന് അവൻ മനസ്സിലാക്കുന്നു. മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ആണോ? ഇനി സെക്കൻഡ് സ്റ്റേജ് എഴുതാട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാം, ഡിസ്റ്റർബൻസ് ആവരുത്. ഓക്കെ. ഹലോ മാം, ഞാനായിരുന്നു പ്രെയർ ചൊല്ലിയത്. കുഴപ്പമില്ല. റേഞ്ച് പോയി. റേഞ്ച് പോയി. എനിക്ക് ഇപ്പഴാ കേറാൻ പറ്റി. അപ്പൊ ഏത് ഭാഗമാണ് എനിക്ക് എടുത്തേന്ന് എനിക്ക് ഇപ്പൊ ക്ലിയർ ആയില്ല. ബോളിന്റെ ഭാഗം പറഞ്ഞ് മാത്രമേ എനിക്ക് ക്ലിയർ ആയുള്ളായിരുന്നു. സ്ഥിരത, ഒബ്ജക്റ്റ് പെർമനൻസ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് പറഞ്ഞത്. വേറെ ഒന്നും എടുത്തിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ഇന്ദ്രിയ ചാലക ഘട്ടം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോ സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years വരെയുള്ള കാലഘട്ടമാണ്. അതിൽ കുട്ടികൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങളും അവൻ അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് മണക്കുന്നത്, അതുപോലെ തന്നെ കേൾക്കുന്നത്, അതുപോലെ തന്നെ കണ്ണുകൊണ്ട് കാണുന്നത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും എൻവയോൺമെന്റിനെ അവൻ മനസ്സിലാക്കുന്നത്. കണ്ടും കേട്ടും മണത്തും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ്, ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എക്സ്പീരിയൻസിലൂടെയാണ് ഓരോ കാര്യങ്ങളും കുട്ടി മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞു അതിനകത്ത് ഒബ്ജക്റ്റ് പെർമനൻസ്, വസ്തുസ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്തു, ഒരു തുണി എടുത്തു, അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ബോൾ വെച്ചു. അവനത് നോക്കുമ്പോ എന്താണ്, എന്തോ ഉണ്ട് അതിന്റെ അടിയിൽ, ഉരുണ്ടിരിക്കുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. തുണിയുടെ അടിയിൽ എന്തോ ഉണ്ട് എന്നുള്ളത് അവന് മനസ്സിലായി. അപ്പൊ അവൻ ഉരുണ്ടിരിക്കുന്നതാണ് എന്താണ്, റൗണ്ട് ഷേപ്പ് ആണ്. അപ്പൊ ബോൾ ഉണ്ടെന്നുള്ളത് അവൻ മനസ്സിലാക്കിയെടുക്കുന്നു. അതാണ് വസ്തുസ്ഥിരത എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എഴുതാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അതിന്റെ ഏജ് എഴുതി വെക്കാം. 2 to 7 years. 2 to 7 years കേട്ടോ. 2 തൊട്ട് 7 വരെയുള്ള കാലഘട്ടം, 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഫസ്റ്റ് പോയിന്റ് എഴുതാ മെന്റൽ ഇമേജസ്. Mental images, symbolic activity. Mental images, symbolic activity. Mental images, symbolic activity. രണ്ടാമത്തെ പോയിന്റ് increase
increase vocabulary. Increase vocabulary. Increase vocabulary. Third point, language development. ചെറിയ ചെറിയ പോയിന്റ് ആക്കി തരുന്നതാണ് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. Increase vocabulary. Third point, language development. Next point, animism. Animism. A-N-I-M-I-M-I-S-M. Animism. A-N-I-M-I-S-M. Animism. ഓക്കെ, 4 കാര്യങ്ങളാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ പറഞ്ഞത്. മെന്റൽ ഇമേജസ്. മെന്റൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സില് ചിത്രങ്ങളിലൂടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ഇപ്പൊ നമ്മൾ പറയും അല്ലെ, ആന അല്ലെ, നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആന അല്ലെ, ആന വന്നു കാട്ടില്, വലിയ ജീവിയാണ് ആന എന്നൊക്കെ പറയുമ്പോ എന്താണ്, അവൻ മനസ്സിൽ കാണണേണ് അല്ലെ, വലിയ ജീവി അല്ലെ, ഒരു വലിയൊരു രൂപം കാണും അല്ലെ, വലിയ 4 കാലുകൾ ഉണ്ട് എന്ന് പറയുമ്പോ 4 കാലുകൾ അവൻ മനസ്സിൽ കാണും അല്ലെ, കണ്ടുകൊണ്ടാണ് അവൻ ഓരോ കാര്യങ്ങളും ഇമാജിൻ ചെയ്താണ് പഠിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ വലിയ 2 ചെവികളുണ്ട്, കുഞ്ഞി 2 കണ്ണുകളുണ്ട് എന്ന് പറയുമ്പോ എന്താ, മനസ്സിൽ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് അവൻ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിംബോളിക് ആക്ടിവിറ്റി അല്ലെ, സിമ്പിൾസ് അറിയാനായിട്ട് തുടങ്ങും. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, വൊക്കാബുലറി ഇൻക്രീസ് ആവുന്നുണ്ട്, വാക്കുകൾ കൂടുതൽ സംസാരിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സംഭവിക്കും അല്ലെ. ഓരോ കാര്യങ്ങളും 6 മാസം ആവുമ്പോ ഇങ്ങനെ ആ പാ ബാ എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 2 വയസ്സൊക്കെ ആകുമ്പോ കാക്ക അല്ലെ, അമ്മ, അച്ഛ ഇങ്ങനെ പറയും അല്ലെ. അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എനിമിസം. എനിമിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും ഇല്ലേ. ഇപ്പൊ ഒരു വാവൻ എടുത്തിട്ട് നമ്മള് തന്നെത്താനെ അവൻ കളിച്ചു തുടങ്ങും ഇല്ലേ. അപ്പൊ ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ. നിങ്ങൾ കളിച്ചു കാണും അങ്ങനെ. വാവനോടൊക്കെ ഇങ്ങനെ സംസാരിക്കും, നമുക്ക് പള്ളിയിൽ പോവാം, അല്ലെങ്കിൽ എന്താ സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. ചോദിച്ച് അതുപോലെ തന്നെ കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ട് വാവയും ഞാനൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ചിരുന്നു. സാരിയൊക്കെ കൊടുത്തിട്ട് ഞാൻ പണ്ട് തന്നെത്താനെ ചെയ്തിരുന്ന സംഭവങ്ങളാണ് എനിമിസം. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ശരിക്കും നമ്മുടെ കുട്ടിക്കാലം ഒന്ന് ആലോചിക്കാനായിട്ട് നമുക്കൊരു അല്ലെ, ഒരു റിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നുണ്ട്. ജീവനില്ലാത്ത വസ്തുക്കളോട് ഇപ്പോ സാരിയൊക്കെ കൊടുത്തിട്ട് കണ്ണാടിയിലൊക്കെ നോക്കി സംസാരിക്കാറുണ്ടോ നിങ്ങൾ? മതിലിനോട് നോക്കിയിട്ട് അല്ലെ, മതിലിനോട് വർത്താനം പറയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങള്. അതെ അതെ, പാവം മോളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊക്കെ സംസാരിക്കാറുണ്ടല്ലേ. അതാണ് എനിമിസം. ജീവനില്ലാത്ത വസ്തുക്കളോട് ജീവനുള്ളവയായി തോന്നിയിട്ട് അവരോട് സംസാരിക്കുന്ന ഒരു രീതിയാണ് എനിമിസം എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്താ ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. മെന്റൽ ഇമേജസ്, നമ്മുടെ മനസ്സിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിത്രങ്ങളായിട്ട് കണ്ടുകൊണ്ട് അറിയാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ സിമ്പിൾസ് അറിയും, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവും, വൊക്കാബുലറി ഇൻക്രീസ് ആവും, എനിമിസം ജീവനില്ലാത്ത വസ്തുക്കളോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, അതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 വയസ്സ് മുതൽ 7 ഇയേഴ്സ് വരെയുള്ള കാലഘട്ടം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 3rd സ്റ്റേജ് ആണ് കേട്ടോ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഏജ് എഴുതാം 7 to 11 years. 7 to 11 years. ഫസ്റ്റ് പോയിന്റ് ലോജിക്കൽ തിങ്കിങ്. ലോജിക്കൽ തിങ്കിങ്. സെക്കൻഡ് പോയിന്റ് ഇൻഡക്റ്റീവ് and deductive reasoning. Inductive and deductive reasoning. സ്പെല്ലിംഗ് ഒന്ന് പറയാവോ മിസ്? Okay, INDUCTIVE
C-T-I-V-E, inductive. And deductive, D-E-D-U-C-T-I-E-I-V-E. D-E-D-U-C-T-I-V-E. Reasoning. Reasoning. Next point. Conservation of numbers. Conservation of numbers. C-O-N-S-E-R-V-A-T-I-O-N. Conservation of numbers. അടുത്ത പോയിന്റ് conservation of volume. Conservation of volume. Next point, conservation of mass. Conservation of mass. Conservation of numbers, conservation of volume, conservation of mass. Next point, seriation. Seriation. S-E-R-I-A-T-I-O-N. Seriation. And classification. 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 മിസ് ക്ലാസിഫിക്കേഷന്റെ മുന്നേ എന്താ പറഞ്ഞേ? Seriation. S-E-R-I-A-T-I-O-N. Seriation. Next point, reversibility. Reversibility. R-E-V-E-R-S-I-B-I-L-I-T. Why? Reversibility of thought. Reversibility of thought. A reversibility അടിയിൽ എഴുതാ ability to think backward and forward. Ability to think backward and forward. ഒന്നുകൂടി പറയാട്ടോ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏജ് എന്ന് പറയുന്നത് 7 to 11 years ആണ്. അതിലെ പോയിന്റ് ആണ് പറയുന്നത് ലോജിക്കൽ തിങ്കിങ്, ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ്, കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് മാസ്, സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട്. അതിന്റെ അടിയിൽ എഴുതാം എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. എന്താ അതിൽ പറയുന്നത്? ഈ 7 to 11 years വരെയുള്ള കാലഘട്ടത്തില് നമുക്ക് എന്ത് ചിന്തിക്കാനായിട്ട് തുടങ്ങും? ലോജിക്കൽ തിങ്കിങ് അല്ലെ, യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ള കഴിവ് ആ കുട്ടിയിൽ ഡെവലപ്പ് ആകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്, വാക്കുകളുടെ അർത്ഥങ്ങൾ അറിഞ്ഞ് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, വാക്കുകളുടെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ കണ്ടും കേട്ടും വേർഡുകൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് ഓരോന്നും പഠിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അല്ലെ, ഓരോന്നും കണ്ടും കേട്ടും പഠിക്കാനായിട്ട് തുടങ്ങും. പിന്നെന്താ? കൺവേർഷൻ ഓഫ് നമ്പേഴ്സ്, കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് വോളിയം. ഇതെന്ന് പറയുന്നത് എന്താണ്?
ഏതെങ്കിലും ഒരു വസ്തു രൂപാന്തരണത്തിന് വിധേയമാക്കിയാലും അവയ്ക്ക് പഴയ അളവ് തന്നെ ഉണ്ടെന്ന ധാരണ. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു മെഴുകുതിരിയുടെ എങ്ങനെയാ, അതൊരു കോല് പോലെയാണ് അതിന്റെ ഷേപ്പ് പോകുന്നത്. മെഴുകുതിരി അത് ഉരുക്കി ഒരു ഗ്ലാസ്സിൽ ഇട്ടു. ഓക്കെ, ഉരുക്കിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഇടുമ്പോ അതിന്റെ എന്താ അളവില് വ്യത്യാസം വരുമോ ഇല്ലയോ? എസ് ഓർ നോ? ഇല്ല. ഇല്ല അല്ലേ? നമ്മൾ ഉരുക്കി അതിലിട്ടു അല്ലെ, ഉരുക്കി അതിലിട്ടു, അതിന്റെ അളവില് വ്യത്യാസം വരുന്നില്ല, പഴയ അളവ് തന്നെയാണ് അതിനുള്ളത്. ഓക്കെ, അതിന്റെ ഷേപ്പില് വ്യത്യാസം വരും അല്ലെ, ഗ്ലാസിന്റെ ഷേപ്പിലോട്ട് അത് മാറും ഇല്ലേ? അതുപോലെ തന്നെയാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, കുപ്പിയിലോട്ട് ഇട്ടു. ആ അളവില് വ്യത്യാസം വരുമോ? ഇല്ല. ഇല്ല ഇല്ല അല്ലെ? കുപ്പിയിൽ എന്താണ് ചിലപ്പോ ഒരു കുറച്ചുണ്ടാവുള്ളൂ അല്ലെ, ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാല് അല്ലെ. ആ ഷേപ്പിൽ വ്യത്യാസം വരുമെങ്കിലും അതിന്റെ അളവിൽ വ്യത്യാസം വരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ അറിയാനായിട്ട്, പഠിക്കാനായിട്ടും അറിയാനായിട്ടും എന്താണ് അവരുടെ എക്സ്പീരിയൻസിലൂടെയൊക്കെ അവര് ഓരോ കാര്യങ്ങൾ, ഇങ്ങനെ അളവുകള് മനസ്സിലാക്കാനായിട്ട്, നമ്പേഴ്സ് മനസ്സിലാക്കാനായിട്ടൊക്കെ അവര് അറിയുന്നുണ്ട്. ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒരു ഇതായിട്ടാണ് പറയുന്നത്. ഇല്ല, എന്താണ് 7 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അളവുകള് അറിയാനായിട്ടും നമ്പേഴ്സുകള്, അതുപോലെ തന്നെ വോളിയം, മാസ്, ഇതൊക്കെ അറിയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ എന്താണ് സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ അല്ലെ, ശ്രേണീകരണം. സീരിയേഷൻ എന്ന് പറഞ്ഞാൽ ശ്രേണീകരണം, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ അല്ലെ, തരംതിരിക്കാനായിട്ടുള്ള കഴിവുകൾ ഇല്ലേ? ഓരോന്നും തരംതിരിച്ചറിയാനായിട്ടും മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് കുട്ടിയില് ഡെവലപ്പ് ആകുന്ന കാലഘട്ടമാണ് ഏതിൽ വരുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന കാലഘട്ടം. സീരിയേഷൻ, ശ്രേണീകരണം, അതുപോലെ തന്നെ തരംതിരിച്ച് ഓരോന്നും മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുകൾ കുട്ടിയിൽ ഡെവലപ്പ് ആകുന്നുണ്ട്. ഇതാ റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലേ നമ്മള്, എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളെ പിന്നിലേക്കും മുന്നിലേക്കും ചിന്തിക്കാനായിട്ട് തുടങ്ങും അല്ലെ. ഇനി എക്സാമ്പിൾ പറയാം, ഞാൻ കഴിഞ്ഞ വർഷം ഓണത്തിന് ഏത് ഡ്രസ് ആയിരുന്നു അല്ലെ, അപ്പൊ നമ്മൾ എന്താണ് പിറകിലേക്ക് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇനി ക്രിസ്മസ് സെലിബ്രേഷന് നമ്മൾ എന്തൊക്കെ ചെയ്തു അല്ലെ, പുൽക്കൂട് വെച്ചോ, അല്ലെങ്കിൽ സ്റ്റാർ ഇട്ടോ, ഏത് കളർ സ്റ്റാർ ആണ് ഇട്ടത്, അപ്പൊ എന്താണ് നമ്മൾ പിന്നിലേക്ക് ചിന്തിക്കാനായിട്ട് തുടങ്ങി അല്ലെ. ഇനി നമ്മൾ എന്താ ഭാവിയിൽ ചിന്തിക്കും, ഫ്യൂച്ചറിൽ ചിന്തിക്കും അല്ലെ. ഇനി അടുത്ത വർഷം എങ്ങനെയെല്ലാം നല്ല രീതിയിൽ വിപുലമാക്കി അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഓരോന്നും പിന്നിലേക്കും മുന്നിലേക്കും ചിന്തിക്കാനായിട്ടുള്ള കഴിവ് കുട്ടിയില് ഡെവലപ്പ് ആകുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? പുറകിലേക്കും എന്താണ് മുമ്പിലേക്കും ചിന്തിക്കാനുള്ള കഴിവ് കുട്ടിയില് ഡെവലപ്പ് ആകുന്നു. ഓക്കെ അല്ലേ? ഇനി 4ാമത്തെ സ്റ്റേജ് കേട്ടോ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അതിന്റെ ഏജ് എന്ന് പറയുന്നത് 12 ആണ് കേട്ടോ. 12 ഏജ്, 12. ഫസ്റ്റ് പോയിന്റ് അബ്സ്ട്രാക്ട് തിങ്കിങ്, നമ്മൾ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞതാണ് അല്ലെ. ഹോണസ്റ്റി ഒക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അബ്സ്ട്രാക്ട് തിങ്കിങ്. നെക്സ്റ്റ് പോയിന്റ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. Problem solving skill. Morality, self morality, morality. MORALITY. Morality, self concept. Self concept. Okay. ഇതിൽ 3 പോയിന്റ് ആണ് പറഞ്ഞത്. അബ്സ്ട്രാക്ട് തിങ്കിങ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഹോണസ്റ്റി ഒക്കെ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ,
അങ്ങനെയുള്ള കഴിവുണ്ടാവും. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് അല്ലെ, എന്താണ് 12 വയസ്സ് വരെയുള്ള മുതലുള്ള കാലഘട്ടമാണ് അല്ലെ. എന്തൊരു പ്രോബ്ലം ജീവിതത്തിൽ വന്നാലും അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള എന്താണ് രീതിയിലേക്ക് എന്തൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ തരണം ചെയ്യാം, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള സ്കില്ല് കുട്ടിയിൽ ഡെവലപ്പ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയം ചിന്തിക്കാനുള്ള കഴിവ്. ഓക്കെ, ഞാനിനി എന്താവണം, ഭാവിയിൽ എന്താവണം, എനിക്ക് എങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മുന്നേറാൻ പറ്റും അല്ലെ, സ്വയം അവൻ ചിന്തിക്കാനായിട്ട് തുടങ്ങും. സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് സ്വയം ചിന്ത. ഓക്കെ, മൊറാലിറ്റി എന്ന് പറഞ്ഞാലും ഹോണസ്റ്റി പോലുള്ളവയാണ്. മൊറാലിറ്റി, സെൽഫ് കൺസെപ്റ്റ് ഒക്കെ പല ആംഗിളിലൂടെ പ്രശ്നങ്ങളെ നോക്കി കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടം. ഓക്കെ, പല ആംഗിളിലൂടെ പ്രശ്നങ്ങളെ നോക്കി കണ്ടുകൊണ്ട് മനസ്സിലാക്കാനായിട്ടും അത് സോൾവ് ചെയ്യാനായിട്ടും തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എന്തൊരു പ്രശ്നം അവനുണ്ടായിട്ടുണ്ടെങ്കിലും അതെങ്ങനെ സോൾവ് ചെയ്യാം, അങ്ങനെയുള്ള സ്കില്ലും അവനില് ആ 12 വയസ്സ് മുതൽ ഡെവലപ്പ് ആകുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് 4th സ്റ്റേജിൽ പറയുന്നത്. അപ്പോ അതിന്റെ ഏജ് എത്രയാ? 12. ഓക്കെ, അപ്പോ എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റില് പിയാഷെ നൽകിയിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ 4 സ്റ്റേജ് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, വായിച്ചു നോക്കി. എന്നിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത് എന്താണ്, മൂന്നാമത്തെ സ്റ്റേജ് ആണ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ വസ്തുസ്ഥിരത. ഇപ്പൊ ഒരു തുണിയുടെ അടിയിൽ ബോള് വെച്ചു, കുട്ടിക്ക് അത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടി എന്ത് പറയും, തുണിയുടെ അടിയിൽ എന്തോ ഉണ്ടെന്ന് അവന് മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. ഇട്ട സംഭവമാണ്, എന്തോ ഒരു റൗണ്ട് ഷേപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കി, എന്തോ ഉണ്ട്, അത് ബോൾ ആണെന്ന് അവൻ മനസ്സിലാക്കിയെടുക്കും. ഓക്കെ, അതാണ് വസ്തുസ്ഥിരത അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ. കേട്ടോ. സീരിയേഷൻ എന്ന് പറയുമ്പോ എന്താ മീനിങ്? ശ്രേണീകരണം. ഒരാളൊന്ന് വായിച്ചേ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് പേജ് ഒന്ന് വായിച്ചേ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇപ്പൊ നോട്ട് എഴുതിയതാണോ ടെക്സ്റ്റ് ബുക്ക്. ആര് വായിക്കും?
ഞാൻ വായിക്കട്ടെ മിസ്. മഞ്ജു. Intellectual development. During later childhood, children enter into Piaget concrete operational stage of creative development. They begin to thinking logically but are unable to think in abstract terms. Children develop powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of situation and can universally experience what happens around them. അടുത്ത വായിക്കണോ? വായിച്ചു. The major development changes of cognitive ability during this period. They are first one, during the basic school periods, the children's ability to consume information and accumulate ideas increases and his memory becomes more efficient. Second one, his capability to generalize as well as ability for a logical thinking increases. Third one, the child becomes more efficiency in selecting, developing, and applying cognitive operations in relation to material objects. Fourth one, at this age, the child tends to live in a world of make-believe of which he himself is the creature. The fifth one, children become increasingly concerned with the causes and effect relationship in physical and natural phenomena in the environment. Okay. അപ്പൊ എന്താണ് ആ പാരഗ്രാഫില്, ഫസ്റ്റ് പാരഗ്രാഫില് പറയുന്നത്? പിയാഷെ തന്നിട്ടുള്ള നമ്മൾ കണ്ടു എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റില് 4 സ്റ്റേജസ് ആണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെ. 4 സ്റ്റേജസുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അതിനകത്ത് 3ാമത്തെ സ്റ്റേജ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു അല്ലെ, എന്തൊക്കെ പ്രത്യേകതകളാണ് പറഞ്ഞത്? കുട്ടികള് യുക്തിപരമായിട്ട് അല്ലെ, ലോജിക്കലി തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും ഇല്ലേ, യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ കുട്ടികളിൽ എന്തൊക്കെയാണ് ഒബ്സർവേഷൻ പവർ, അതുപോലെ തന്നെ അറ്റൻഷൻ, റീസണിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഒരു സാഹചര്യത്തിന്റെ ഒന്നിലധികം വശങ്ങളില് എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടും അവർക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് സാർവത്രികമായിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓരോ എക്സ്പീരിയൻസിലൂടെയാണ് അവരുടെ ചുറ്റുപാടുകൾ അറിഞ്ഞുകൊണ്ട് ചുറ്റുപാടിലെ അവര് ഇടപഴകിയിട്ടാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അവരുടെ ഡെവലപ്പ് ആകുന്നത് അല്ലെ. യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട്, ഒബ്സർവ് ചെയ്യാനായിട്ട്, ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ റീസണിങ്, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് തിങ്കിങ് ഒക്കെ അവരിൽ ഡെവലപ്പ് ആകുന്നുണ്ട്. The major developmental changes of cognitive ability during this period they are, first എന്താ പറയുന്നത്, during the basic school period the child ability is consume information and accumulate the idea. This increase and his memory becomes more efficient. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്? ബേസിക് സ്കൂൾ പീരീഡില് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഇൻഫർമേഷൻസും ആഗിരണം ചെയ്യാനായിട്ടും ആശയങ്ങൾ ശേഖരിക്കാനായിട്ടുള്ള കഴിവുകൾ അവരിൽ വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള എന്താണ് മെമ്മറി പവർ ഇൻക്രീസ് ആവാനായിട്ടും സാധിക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളില് എന്താണ് ബേസിക് സ്കൂൾ പീരീഡില് അവർക്ക് ഓരോ കാര്യങ്ങള്, ഓരോ ഇൻഫർമേഷൻസ് അവര് കൺസ്യൂം ചെയ്യാനായിട്ട്, ആഗിരണം ചെയ്യാനായിട്ടായാലും ഓരോ ആശയങ്ങൾ ശേഖരിക്കാനായിട്ട് തുടങ്ങും അവര്. അതുപോലെ തന്നെ എന്താ അവന്റെ ഓർമ്മശക്തി കൂടുതലായിട്ട് കാര്യക്ഷമമാകാനായിട്ടും ആ ടൈമില് അവന് ഡെവലപ്പ് ആകുന്നുണ്ട്. ഓർമ്മശക്തി കൂടുതൽ എഫിഷ്യന്റ് ആകും. His capacity to generalize as well as ability for logical thinking increases. നമ്മൾ പറഞ്ഞു അല്ലെ, ലോജിക്കൽ തിങ്കിങ്, യുക്തിപരമായിട്ട് ചിന്തിക്കാനായിട്ട് അല്ലെ, യുക്തിസഹമായിട്ട് ചിന്തിക്കാനുള്ള കഴിവിനൊപ്പം
എന്താണ് ജനറലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ഓരോ എന്താണ് സാമാന്യവൽക്കരിക്കാനായിട്ടുള്ള കഴിവും അവനിൽ വർദ്ധിക്കുന്നുണ്ട്. ജനറലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് അല്ലെ അവരെ സഹായിക്കുന്നുണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ ദ ചൈൽഡ് ബിക്കം മോർ എഫിഷ്യന്റ് ഇൻ സെലക്ടിങ്, ഡെവലപ്പിംഗ് ആൻഡ് അപ്ലൈയിങ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് ഇൻ റിലേഷൻ ടു മെറ്റീരിയൽ ഒബ്ജക്ട്സ്. എന്താ മെറ്റീരിയൽ ഒബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് തിരഞ്ഞെടുക്കാനും വികസിപ്പിക്കാനും പ്രയോഗിക്കാനും കുട്ടി കൂടുതൽ കാര്യക്ഷമമാകുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ടോയ് എന്തെങ്കിലും ഒരു കളിപ്പാവകളൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവൻ കളിക്കും അല്ലെ ഇല്ലേ? ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല അവൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അവൻ കളിക്കാറുണ്ട് ഇല്ലേ? നിങ്ങളായാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലം ഒന്ന് ഓർത്ത് നോക്കാം. നമ്മള് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമ്മയും കുഞ്ഞും കളിക്കും അല്ലെ ടീച്ചറും കുട്ടിയും കളിക്കാറുണ്ട് ഇല്ലേ? അങ്ങനെയുള്ള അവൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ഒബ്ജക്ട്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൻ ഡെവലപ്പ് ചെയ്ത് അല്ലെ ഓരോ കാര്യങ്ങളും അവൻ അങ്ങനെ നമ്മൾ കളിക്കാറുണ്ട് അല്ലെ. ഓരോ ഒബ്ജക്ട്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുട്ടി കളിക്കാനായിട്ട് തുടങ്ങും. ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് അവൻ ക്രിയേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. At this age, the child tends to live in a world make believe of which he himself is a creator. എന്താ പറയുന്നത്? ഈ പ്രായത്തിൽ താൻ തന്നെ സൃഷ്ടാവായ ഒരു വ്യാജ വിശ്വാസ ലോകത്താണ് ജീവിക്കുന്നത്. ഇപ്പോ നമ്മളായാലും ചിന്തിച്ചു നോക്കാം. നമ്മളെ കുട്ടിക്കാലങ്ങളില് നമ്മൾ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരു ലോകം നമുക്ക് ഉണ്ടാവില്ലേ? ഇല്ലേ? നമ്മളുടേതായിട്ടുള്ള ഒരു ലോകം ഉണ്ടാവും അല്ലെ. ഇപ്പൊ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുമ്പോഴായാലും ആ ഒരു പരിസരം അല്ലെ. നമ്മള് ഇപ്പൊ ചിലപ്പോ സാരി ഉടുത്തിട്ടുണ്ടാവും, ചിലപ്പോ കൂടെ പാവ ഉണ്ടാവും, ചിലപ്പോ ഈ പച്ചക്കറികളൊക്കെ അല്ലെങ്കിൽ കഞ്ഞിയും കറിയും വെക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിലെ ഇലകള് അല്ലെങ്കിൽ നമ്മുടെ വേലിമേലത്തെ ഇലകളും ഇതൊക്കെയാണ് പറിച്ചിട്ട് നമ്മൾ കളിക്കാറില്ലേ? നമ്മളേതായിട്ടുള്ള ലോകത്ത് നമ്മൾ തന്നെ ചിലപ്പോ വർത്താനം പറയാം, ഒച്ചയ്ക്ക് ഇരുന്ന് വർത്താനം പറയാം ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ കളിക്കാറല്ലേ. നമ്മുടേതായിട്ടുള്ള ഒരു ലോകം ഉണ്ടാവും, അവിടെ വേറെ ആരും ഉണ്ടാവില്ല ഇല്ലേ? അങ്ങനെയാണ് കുട്ടി ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ കേട്ടോ. പിന്നെ എന്താണ്? ചിൽഡ്രൻ become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. എന്താ നമ്മളിപ്പോ ചോദിക്കാറുണ്ടല്ലേ, കുട്ടിക്ക് സംശയങ്ങൾ തോന്നാറുണ്ട്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതിയിലെ ഭൗതികവും പ്രകൃതിദത്തവുമായിട്ടുള്ള പ്രതിഭാസങ്ങളിലെ കാരണഫലങ്ങൾ, കോസ് ആൻഡ് ഇഫക്റ്റ് അല്ലെ, കാരണഫലങ്ങളെ സംബന്ധിച്ച് കുട്ടി ശ്രദ്ധാലുവായിരിക്കും. ഇപ്പൊ ചോദിക്കാറുണ്ട് അല്ലെ, അമ്മ എന്താണ് ഇപ്പൊ മഴ പെയ്യുന്നത്, എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇടി വെട്ടുന്നത്, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഇടി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മഴ പെയ്യുന്നത് എന്തുകൊണ്ടാ? ചോദിക്കാറുണ്ട് നമ്മളോട് അല്ലെ, ചോദിക്കാറില്ലേ? കുഞ്ഞുങ്ങൾക്ക് സംശയം കൂടുതലാണ് അല്ലെ ഓരോ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വരില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മളോട് അല്ലെ. അപ്പൊ നമ്മൾ ചിലപ്പോ കാരണം അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോ അവിടെ നിന്ന് ഉരുണ്ട് കളിക്കും അല്ലെ. ലൈറ്റ് എങ്ങനെ കത്തുന്നത്, ഓക്കെ അല്ലെ. ചിലപ്പോ നമ്മള് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ആൻസർ അങ്ങോട്ട് കൊടുക്കും അല്ലെ. പിന്നെ അവൻ ചോദിക്കരുത്, ഇങ്ങനെ ചോദിക്കരുത് എന്നുള്ള നിലയില്. ഓക്കെ, അപ്പൊ അങ്ങനെ കാരണഫലങ്ങൾ അവൻ അറിയണം. എന്തുകൊണ്ട് ഇങ്ങനെ വന്നത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അല്ലെ. ഇതൊക്കെയാണ് അവന്റെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണ് ഡെവലപ്മെന്റുകൾ നടക്കുന്നതാണ് കേട്ടോ. അത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. കുട്ടിക്ക് ഈ ബേസിക് സ്കൂൾ പീരീഡില് കുട്ടിക്ക് വിവരങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട്, കൺസ്യൂം ചെയ്യാനായിട്ടായാലും ഓരോ കാര്യങ്ങള് അവനിൽ ആശയങ്ങൾ ശേഖരിക്കാനുള്ള കഴിവ്, ഓർമ്മശക്തി അവനിൽ ഡെവലപ്പ് ആകുന്നുണ്ട്. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും മെറ്റീരിയൽ ഒബ്ജക്റ്റീവ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റേതായിട്ടുള്ള രീതിയിൽ അവൻ അത് ഡെവലപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങളും കളിക്കാനായിട്ടായാലും ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടും തുടങ്ങുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്,
കുട്ടി തന്നെ ലോകത്ത് അല്ലെ സ്വയം ക്രിയേറ്റർ ആയിരുന്ന നിലയിലാണ് ജീവിക്കുന്നത് അല്ലെ. ഇപ്പൊ ആ കാലഘട്ടത്താണെങ്കിൽ അവനിപ്പോ കളിക്കുന്നത് ചിലപ്പോ പാവ ഉണ്ടാവും അടുത്ത്, അപ്പൊ അവന്റേതായിട്ടുള്ള ഒരു ലോകം ഉണ്ടാവും, കഞ്ഞിയും കറി വെക്കുക അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു പരിസരത്ത് ചിലപ്പോ അവന് ചിലപ്പോ കുഞ്ഞുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ അമ്മയെ തിരുത്താം അല്ലെ. നമ്മളുടേതായിട്ടുള്ള നമ്മൾ ചിന്തിക്കുക നമ്മളുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് നമ്മളുടേതായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കാറ് അല്ലെ. കളിക്കുമ്പോഴും അതുപോലെ തന്നെ കൂടിയിരിക്കുമ്പോഴും ചിലപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ടാവും, അതിനോടായിരിക്കാം, ചിലപ്പോൾ ചെടികളോട് സംസാരിക്കാം അല്ലെ. അങ്ങനെ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങള് നമ്മള് അതിന്റെ കാരണഫലങ്ങൾ നമ്മൾ അറിയാനായിട്ട് തുടങ്ങും അല്ലെ. എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ടൈമിൽ ഇപ്പൊ മഴ പെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കൂ ആരെങ്കിലും. ഞാൻ വായിക്കാം സർ. വായിച്ചോ. There is a natural tendency in every child to become independent. The child wants to explore the moment and gain control over his or her muscles and develop better coordination. If opportunities are not given to them for such analysis, they are not likely to become self-confident and are likely to lag behind in developing motor skills. Children generally start speaking words like ba, pa, ma around 6 months, and gradually their vocabulary increases. Talking to them and encouraging them to talk on stage is very important for their language development. Early stimulation helps them to practice mastering the language. There are many children who do not get the right kind of environment during childhood days. There is no one to boost them and any facility. Even if they have all the potential, the environmental conditions prevailing at home tends to growth and development. ഓക്കെ, അപ്പൊ എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? എല്ലാ കുട്ടികളിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉള്ള അല്ലെ, ഇൻഡിപെൻഡന്റ് ആകാനായിട്ടുള്ള പ്രവണതകൾ ഉണ്ടല്ലേ. ഇപ്പൊ എന്റെ മോളായിട്ടുണ്ടെങ്കിൽ നമ്മള് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് പറയും ഞാൻ ചെയ്തോളാം അല്ലെ, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്യാം എന്ന് പറയാറുണ്ടല്ലേ. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, പക്ഷെ നമ്മ പേരൻസ് ആയതുകൊണ്ട് നീ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്തുതരാന്ന് പറയുമല്ലേ. പക്ഷെ എന്താണ്, നമ്മളിപ്പോ മോണ്ടിസോറി പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. കുഞ്ഞുങ്ങളെ കൊണ്ട് അവര് ചെയ്ത് പഠിക്കാനായിട്ട് അവര് പഠിക്കണം അല്ലെ. ഓരോ കാര്യങ്ങളും കുഞ്ഞു പ്രായത്തിലെ തുടങ്ങി ഓരോ കാര്യങ്ങളും അവര് ചെയ്തേ ശീലിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് കുട്ടികളില് അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരു ടെൻഡൻസി അവരില് ഡെവലപ്പ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ചലനങ്ങള് പര്യവേഷണം ചെയ്യാനായിട്ടും പേശികള് നിയന്ത്രിക്കാനായിട്ടും മികച്ച കോർഡിനേഷൻ ആയാലും വികസിപ്പിക്കാനായിട്ടും കുട്ടി ആഗ്രഹിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും അല്ലെ. ഇപ്പോ അവരുടെ കുട്ടിക്കാലങ്ങളിലാണ് ഓരോ കാര്യങ്ങളും അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആകുന്നത്. ഓരോ കാര്യങ്ങളും ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ്? എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ്? എന്താണ്? ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സുകൾ അല്ലെ. ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നതിലൂടെയാണ് ഇങ്ങനെയുള്ള സ്കിൽസുകൾ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആകുന്നുണ്ട് അല്ലെ. അത് കുഞ്ഞു പ്രായത്തിലെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അത്തരം വിശകലനത്തിന് അവസരങ്ങൾ നൽകിയില്ലെങ്കിൽ അവർ ആത്മവിശ്വാസമുള്ളവരാകാൻ സാധ്യതയില്ല അല്ലെ. നമ്മളിപ്പോ ചെറുപ്പത്തില് നീ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും അവരെ കൊണ്ട് ഇപ്പോ ഞാൻ പറയാറുണ്ട് എന്താ നമുക്കുള്ളൊരു സ്റ്റേജ് ഫിയർ കുട്ടികൾക്ക് വരരുത് ഇല്ലേ, പറയാറുണ്ട്. ഞാൻ എപ്പോഴും ഓരോ ക്ലാസ്സിലും ഞാൻ ചെല്ലുമ്പോ പറയാറുണ്ട് എന്താണ് നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോ കിട്ടാതിരിക്കാം. പക്ഷെ സ്കൂളിലായാലും എവിടെയെങ്കിലും ആയാലും ഏതൊരു വേദി കിട്ടിക്കഴിഞ്ഞാലും കുഞ്ഞുങ്ങളെ അതിൽ കയറ്റി ശീലിപ്പിക്കണം നമ്മൾ അല്ലെ. സ്റ്റേജ് ഫിയർ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ 4 ആളുടെ മുമ്പിൽ ഒരു പ്രസംഗം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചാടിക്കത് പറയാൻ തക്കത് രീതിയിലുള്ള കുഞ്ഞുങ്ങളാക്കി വാർത്തെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്, മാതാപിതാക്കളുടെ കടമയാണ്, ടീച്ചേഴ്സിനുണ്ട്. എന്നിരുന്നാൽ കൂടിയും
നമ്മുടെയും കൂടി കടമയാണ് അല്ലെ. നമുക്ക് ഉണ്ടാകുന്ന ഇപ്പൊ 4 ആൾ എന്നോട് പറയുകയാണെങ്കിൽ എനിക്കൊരു ചമ്മലായിരിക്കാം അല്ലെ. നമ്മുടെ ടീച്ചേഴ്സ് ആണ്, അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും നമുക്കൊരു സ്റ്റേജ് ഫിയർ ഉണ്ടാവാം അല്ലെ. അയ്യോ എന്നെ കൊണ്ട് സാധിക്കോ ഇല്ലേ എന്ന് പറയാൻ പറ്റും, അങ്ങനെയൊക്കെ ഒരു പേടി അല്ലെ. പക്ഷെ അങ്ങനെ ആവരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാല്. അപ്പൊ ചെറുപ്പത്തിലേ തുടങ്ങി അവർക്ക് അവസരങ്ങൾ കണ്ടെത്തി കൊടുക്കുക. ഓരോ കാര്യങ്ങളും ഇപ്പോ എന്താ സ്കൂളുകളിലായാലും എന്തൊക്കെ പ്രോഗ്രാംസ് ആയാലും കുഞ്ഞുങ്ങളെ കൊണ്ട് പങ്കെടുപ്പിക്കുക. തെറ്റിയാലും കുഴപ്പമില്ല, ചിലപ്പോ അവർ ഇറങ്ങിപ്പോരും പേടിയുണ്ട്. പക്ഷെ എന്നാലും കേറ്റി ശീലിപ്പിക്കുമ്പോ എന്താ അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. എന്ത് പറഞ്ഞാലും ഇപ്പൊ തെറ്റിയാലായാലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ അയ്യോ ഇങ്ങനെ കളിയാക്കാനോ ഒന്നും പാടില്ല. അവർക്ക് എപ്പോഴും നമ്മൾ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ മോട്ടിവേഷൻ കൊടുക്കുകയും വേണം കേട്ടോ. ഓക്കെ. പിന്നെന്താ അങ്ങനെയുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള മോട്ടോർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആയിട്ട് വരും. പിന്നെ കുട്ടികളിൽ സാധാരണയായിട്ട് 6 മാസം കഴിയുമ്പോൾ അവരെന്താ 6 മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വാ പാ മാ എന്നൊക്കെയാണ് പറഞ്ഞു വരാം അല്ലെ. പിന്നീട് പതുക്കെ 1 മാസം 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോ ച അമ്മ വാക്കുകൾ കൂട്ടി അവര് പറയാൻ തുടങ്ങും. അപ്പൊ അവർക്ക് എന്താ ഡെവലപ്പ് ആകുന്നേ, വൊക്കാബുലറി ആയാലും ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയാലും ഇൻക്രീസ് ആകുന്നുണ്ട് അല്ലെ. പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ വേദിയിൽ സംസാരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ പറഞ്ഞതാണ് ഭാഷ വികസനം അവർക്ക് അല്ലെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകും. അപ്പോ പിന്നെന്താ നമുക്ക് അവര് നല്ല രീതിയിൽ അവര് ഭാഷയിലൊക്കെ പ്രാവീണ്യം ഉള്ളവരാകാനായിട്ട് ഇടവരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് എന്താ സ്റ്റേജിലൊക്കെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റേജിലൊക്കെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോ അവരുടെ ലാംഗ്വേജ് അവര് ഡെവലപ്പ് ആക്കി എടുക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള ഭാഷയിൽ പ്രാവീണ്യം നേടാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് ശരിയായൊരു അന്തരീക്ഷം ലഭിക്കാത്ത നിരവധി കുട്ടികളുണ്ട് അല്ലെ. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങള്, ഇപ്പോ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അപ്പോ അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് അവരെയും മറ്റു സൗകര്യങ്ങളെയും പിന്തുണയ്ക്കാനായിട്ട് ചിലപ്പോ ആരുമില്ല, അല്ലെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവാം. അപ്പൊ അവർക്ക് എല്ലാ സാധ്യതകളും ഉണ്ടെങ്കിലും വീട്ടിലെ നല്ല എന്താണ് നിലനിൽക്കുന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങൾ അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും കാരണമാകുന്നുണ്ട്. അപ്പൊ പുറകെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിലും അവർക്കും അവസരങ്ങള് എന്താണ് ഡൗൺ ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അവരെ അത് ബാധിക്കുന്നുണ്ട്, വികസനത്തിന് അവരുടെ ഡെവലപ്മെന്റിന് അത് ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് മക്കൾക്ക് നമ്മളുടെ സ്റ്റുഡൻസിനായാലും ഇപ്പൊ നിങ്ങളും എന്താ ടീച്ചേഴ്സ് ആവാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികൾക്കായാലും അവരുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താം. നമ്മുടെ കുട്ടികൾക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന കഴിവുകൾ വീട്ടിലായാലും നോക്കാം, സ്കൂളിലായാലും ഏതൊക്കെയാണ് കഴിവുകൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കാം. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. ഈ പോർഷനും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഏതൊക്കെ ഏരിയാസ് ആണ്? ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. ഒന്ന് വായിച്ചു നോക്കിയേ, ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. പറയാൻ പറ്റുമോ നോക്കാം കേട്ടോ.
വായിച്ചോ? ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. മാം ഇത് ഓരോ ഹെഡിങ്ങും ഓരോ പോയിന്റും പറഞ്ഞാൽ മതി. അത് കൺസെപ്ഷൻ ഫോർമേഷൻ, അതായത് ഓരോന്നിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടാവുക, അതല്ലേ മാം? പിന്നെ ആശയ രൂപീകരണം, പിന്നെ ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അത് അവർക്ക് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി, ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, അതായത് ഭാവിയെ കുറിച്ചും എങ്ങനെ അവരത് മനസ്സിലാക്കി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. അവരുടെ കയ്യിൽ നമ്മളൊരു റോസ് പൂവും കൊടുത്തു, ഒരു ജാസ്മിനും കൊടുത്തു. ഓക്കെ, അവരെന്ത് ചെയ്തു? സെൻസ് ചെയ്യും അല്ലെ, മണത്ത് നോക്കും. എന്നിട്ട് അവര് അതെന്ത് ചെയ്യും? ഇത് റോസ് പൂവാണ് അല്ലെങ്കിൽ ഇത് മുല്ലപ്പൂവാണ് എന്നുള്ളത് അവര് മനസ്സിലാക്കും അല്ലെ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഡെവലപ്മെന്റ് ഓഫ് എ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. മനസ്സിലായോ? രണ്ട് രീതിയിലുള്ള പൂ കൊടുക്കുന്നു, അത് അവര് സെൻസ് ചെയ്ത് നോക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് അവര് ഡിഫറെന്റ് പൂവാണെന്നുള്ളത് മനസ്സിലാക്കി ഏത് പൂവാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഇനി എന്താ? ഡെവലപ്മെന്റ് ഓഫ് മെമ്മറി അല്ലെ. മെമ്മറി തിങ്കിങ് ആൻഡ് റീസൺ, ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതിന്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പറയാനുള്ള കഴിവ്. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, അതായത് അവർക്ക് കഥകളും കവിതകളും പോലുള്ള പിന്നെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് അല്ലെ. അവര് ഇപ്പൊ നമ്മളൊരു ചിലപ്പോ ഒരു തുടക്കം പറഞ്ഞു കൊടുത്താൽ മതി, പിന്നെ അവരത് ഇമാജിൻ ചെയ്ത് എനിക്കൊരു പച്ചക്കാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പച്ചപ്പൂ ഉണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്താണ്, ചിലപ്പോ അതൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് അല്ലെ. കുഞ്ഞു കുട്ടികളെ കഥ പറയുന്നത് കേട്ടിട്ടില്ലേ? നമുക്ക് ചിരി വരും ഓരോ കാര്യങ്ങൾ പറയുമ്പോ. പക്ഷെ അവര് പറയുന്നത് എന്ത് രസമായിട്ടാന്ന് അറിയോ? ഒരു ഇമാജിനേഷൻ ചെയ്തിട്ടല്ലേ നല്ല രീതിയിൽ കുഞ്ഞു കുട്ടികൾ പറയാറുണ്ട്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, ഇമാജിനേഷൻ ഡെവലപ്പ് ആകുന്നുണ്ട്. പിന്നെന്താ? ലാംഗ്വേജ് ഡെവലപ്പ് പറഞ്ഞില്ലേ? കാര്യങ്ങളാണ് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. ബാക്കി പോർഷൻസ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഏഴാഴ്ച ഞാൻ തന്നെ ആയിരിക്കും. ബാക്കി പോർഷൻസ് ഒന്ന് വായിച്ചിട്ട് വരാം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് milestones of development and stimulating the child. അതില് ഒരേ ഇയേഴ്സ് 6 month ഓൾഡ് 6 മാസമായ കുട്ടി, അത് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ പറയണോട്ടോ. ഞാൻ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. അതവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 years ഓൾഡ്, 1 വയസ്സായ കുട്ടി പറയുന്നത്. അതുപോലെ തന്നെ 3 years ഉണ്ട്, 4 years ഉണ്ട്. 4 പേര് വേണം നമുക്ക്. ആരൊക്കെയാ 4 പേര്? ഇപ്പൊ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. 4 പേര് ആരാ? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇത് സിമ്പിൾ ആണ്. ഞാൻ 6 months ഓൾഡ്. 6 month. പിന്നെ 1 വയസ്സുള്ള കുട്ടി ആരാ? അനുപ്രിയ. ലുബ്ന 3 years ആയിക്കോളോ? ഓക്കെ, 4 years കൂടി വേണം. 4 years ആരാവും? ബിൻസി. ഓക്കെ, അപ്പൊ പ്രസീത, അനുപ്രിയ, ബിൻസി, ലുബ്ന. ഓക്കെ കേട്ടോ. അവരുടെ നമുക്കൊരു റോൾ പ്ലേ പോലെ കാണാം നമുക്ക്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഇത് അങ്ങനെ ഇതൊന്നുമില്ല. അപ്പൊ 1 വയസ്സായ കുട്ടി എങ്ങനെ പറയും എന്നുള്ളത് നമുക്കറിയാലോ. ഇങ്ങനെ കുഞ്ചിക്കെ പറയില്ലേ? അപ്പൊ അതുപോലെ ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നല്ല രസമായിരിക്കും കേൾക്കാനായിട്ട്. ബാക്കിയുള്ള പോർഷൻ ഒന്ന് വായിച്ചിട്ട് വരാം. ഓക്കെ, നിങ്ങൾക്ക് തിയറീസ് മനസ്സിലായില്ലേ? കുഴപ്പമില്ലല്ലോ. ക്യാമറ ഓൺ ആക്കിയിട്ട് വേണം കേട്ടോ പറയാനായിട്ട്. അത് റിക്വസ്റ്റ് ആണ്, എല്ലാവരുടെയും റിക്വസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ സുന്ദരികളൊക്കെ ആയിട്ടിരിക്കാം അടുത്ത ക്ലാസ്സില്. ഒരു ദിവസം ക്യാമറ ഓൺ ആക്കണേന് എന്താ അല്ലെ? മഞ്ജുരാജ എല്ലാ ദിവസവും ക്യാമറ ഓൺ ആക്കുന്നുണ്ട്. ആ കുട്ടി ഇരിക്കുന്നത് തന്നെയില്ലേ? ആ കുട്ടിയുടെ ഒരു ആഗ്രഹം, റിക്വസ്റ്റ്. ഓക്കെ, കളിയാക്കിയതല്ലോ കേട്ടോ, ഞാൻ കളിയാക്കിയതല്ല. അപ്പൊ എല്ലാവർക്കും ഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ, ഒന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് നിങ്ങളും പരിചയപ്പെടാൻ പറ്റും, കാണാൻ പറ്റും.
അല്ലെ കോൺവെക്കേഷൻ വരുമ്പോ ഇതാണ് മഞ്ജു, ഇതാണ് പ്രസീത എന്നൊക്കെ പറയുള്ളൂ. പറയുമ്പോ ഓർമ്മയുണ്ട്, പക്ഷെ ഫേസ് കാണുമ്പോ ഒന്നും അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ തിയറി കുഴപ്പമില്ലല്ലോ, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? 2 തിയറിയും, ബ്രൂണറിന്റെ തിയറിയും പിയാഷയുടെ തിയറിയും പഠിക്കേണ്ടതുണ്ട്, ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ 2 തിയറീസും? ഓക്കെ, മൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ആരാ സൈൻ ഔട്ട് പറയുന്നത്? ആരുമില്ലേ സൈൻ ഔട്ട് പറയാൻ? ഞാൻ പറയാം. ഓക്കെ, മഞ്ജു രാജേഷ്. ഇന്ന് നമ്മുടെ റോസ് മാഡം ആണ് നമുക്ക് ക്ലാസ് എടുത്തു തന്നത്. പിയാഷയുടെ തിയറിയെ കുറിച്ചാണ്. ഫൈനൽ 4 സ്റ്റേജ് നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നു. അതിൽ മനോഹരമായി മാം ക്ലാസ് എടുത്തു തന്നിരിക്കുന്നു. താങ്ക് യു. തട്ടിക്കൂട്ടി. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.